ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു വ്യക്തി ഈ ഒരു സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, അവരെന്തെങ്കിലും നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എന്താണ് അവരുടെ ഒരു മനസ്സിലുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻസ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ, അവർ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ. ആദ്യമേ തന്നെ ചോദിക്കട്ടെ, നാട്ടിലിപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങൾ, ഫ്ലഡ് ഇഷ്യൂസ്, അതുപോലെ കനത്ത മഴ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങൾ കാര്യങ്ങളൊക്കെ ഈ ഒരു മഴയത്ത് പടരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ അതിൻ്റെതായ പ്രിക്കോഷൻസ് കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാവരും സേഫ് ആയിട്ടിരിക്കാൻ തന്നെ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് എടുത്തു നോക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആ ഒരു വ്യക്തിയെ, അതായത് നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ മുഖമാണെന്നുണ്ടെങ്കിലും അവരുടെ പേരാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് ഓർത്തുകൊണ്ടേ ഇരിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സിക്സ് ഓഫ് കപ്സ്, വേൾഡ് എനർജി, 5 of Pentacles, 4 of Wands, Death, Lovers, Page of Swords, Page of Wands, Knight of Wands, 4 of Pentacles, Hermit, Judgment, Fool energy, 5 of Cups, 4 of Swords, 7 of Pentacles, 4 of Cups, Strength. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് 10 of Swords ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയോ എങ്ങനത്തെ സാഹചര്യം ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന കാര്യങ്ങൾ, അതായത് ഒരു കാരണവശാലും നിങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി ഇവിടെ കണക്ട് ആയിരിക്കുന്നത് ഇവർ ഇമോഷൻസ് പല കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നില്ല. മാത്രമല്ല ഇവിടെ ഒരു സ്വാർത്ഥത വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് 10 ഓഫ് സോൾസിന്റെ എനർജിയാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവര് വലിയ രീതിയിൽ ഒരു വേദന അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വലിയ രീതിയിലുള്ള വേദന എന്ന് പറയുമ്പോൾ ഒരേ സമയം ഒരുപാട് അമ്പുകൾ ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ എത്രത്തോളം പെയിൻ ഉണ്ടാകും, അത്രത്തോളം പെയിൻ എന്ന് വെച്ചാൽ അവർ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് മാത്രമല്ല പല സ്ഥലത്തു നിന്നും അവർക്ക് ഒരു വേദന ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു വേദനകളിൽ വളരെ നിരാശയോടുകൂടി തൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു സമാധാനം വേണം, അല്ലെങ്കിൽ ഒരു ആശ്വാസകരമായ ഒരു സ്ഥലത്തേക്ക് മാറണം, ജീവിതത്തിനെ ഒന്ന് നല്ല രീതിയിൽ ബാലൻസ് ചെയ്യണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ല ഇവരുടേതായ ലൈഫുമായി ബന്ധപ്പെട്ട് ഇവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കിട്ടുന്നത്.
ഇപ്പൊ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഫിസിക്കൽ ഇഷ്യൂസ്, ആരോഗ്യപരമായ കാര്യങ്ങളിൽ, അതുപോലെ അവർക്ക് ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിരിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. സാമ്പത്തിക നഷ്ടം, ചിലവർക്ക് ചിലപ്പോൾ ജോലി നഷ്ടമായിരിക്കാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ്സോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഒരു സാമ്പത്തിക നഷ്ടം. ഇപ്പൊ ജോലിയോ ബിസിനസ്സോ മാത്രമല്ല, അല്ലാത്ത രീതിയിലാണെങ്കിലും ഇവിടെ ഫിനാൻഷ്യൽ ലോസ് സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു ഫിനാൻഷ്യൽ ലോസുമായി ബന്ധപ്പെട്ടിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് 5 ഓഫ് പെന്റക്കിൾസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് 5 ഓഫ് കപ്സ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇവർക്ക് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളിൽ മാത്രമല്ല, വൈകാരികപരമായ ജീവിതത്തിന്റെ കാര്യത്തിലും, സ്നേഹബന്ധങ്ങളുടെ കാര്യത്തില്, സ്നേഹബന്ധം എന്ന് പറയുമ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ വാല്യൂ നൽകി നിന്നിരുന്ന പല സ്ഥലങ്ങളിൽ നിന്ന്, ചിലപ്പോൾ അവരുടെ ഫാമിലി തന്നെ ആയിരിക്കാം. ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫാമിലി ഒക്കെ ഒരു തടസ്സമായി നിന്നപ്പോൾ അവർ ഫാമിലി സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച് നിങ്ങളെ മാറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഡിസിഷൻ എടുക്കാതെ നിന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് നോക്കാം. ആ ഒരു കാര്യത്തിലും അവർക്കൊരു വിഷമം അല്ലെങ്കിൽ ഒരു വേദന എന്ന് വെച്ചാൽ അവർ എന്തിനാണോ പ്രാധാന്യം നൽകിയത്, ആ പ്രാധാന്യം നൽകിയ സ്ഥലത്ത് അവർക്കൊരു വാല്യൂ ഇല്ലാത്തൊരവസ്ഥയാണ്. ആ ഒരു കാര്യങ്ങളാണ് ഇവരിപ്പോൾ റിയലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു റിയലൈസേഷൻ അവരിൽ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നത്, അവർ കൊടുത്ത സ്നേഹമൊക്കെ അല്ലെങ്കിൽ അവർ എഫേർട്ട് എടുത്തതൊക്കെ ആ ഒരു സ്ഥലത്ത് പോയി നിന്ന സ്ഥലത്ത് എഫേർട്ട് എടുത്ത കാര്യങ്ങളെല്ലാം വെറുതെ ആയി പോയല്ലോ, താൻ പ്രതീക്ഷിച്ച പോലുള്ളൊരു ഗുണമോ അല്ലെങ്കിൽ ഗുണം എന്ന് മാത്രമല്ല ഒരു നീതി പോലും അവിടെ നിന്നും തനിക്ക് ലഭിച്ചില്ലല്ലോ എന്നുള്ള രീതിക്കൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഓർക്കുന്ന സമയത്തില് ഭയങ്കരമായിട്ട് ലൈഫിൽ സ്റ്റക്കാണ്. അപ്പൊ അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തില് നമുക്കിവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഓർമ്മകളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു പോയി നിന്ന സ്ഥലത്ത് ഒരുപാട് സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ ധരിച്ചിരുന്നത്. എന്നാൽ അതിൽ പല സാഹചര്യങ്ങളും താൻ വിചാരിച്ചതുപോലെ അല്ല എന്നുള്ള തിരിച്ചറിവില് ഇപ്പൊ അവരുടെ മനസ്സ് നിങ്ങളുടെ ഓർമ്മകളിലേക്ക് മാറിയിട്ടുണ്ട്. വളരെ നിരാശയോടുകൂടി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. താനായിട്ട് തന്നെയാണല്ലോ നിങ്ങൾ, അതായത് അവരായിട്ട് തന്നെയാണല്ലോ നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്നും അകറ്റി നിർത്തിയിരിക്കുന്നത് എന്നുള്ളൊരു ചിന്തയും, അതോടൊപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ആ ഒരു നൊസ്റ്റാൾജിയ എനർജിയാണിത്. പഴയ കാലങ്ങള്, നിങ്ങളുടെ ആ ഒരു ജീവിതത്തിലെ നല്ല നല്ല കാര്യങ്ങളെല്ലാം അവർ ഈ ഒരു സമയത്ത് അയവിറക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഓർത്തെടുക്കുന്നു. സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞിരുന്ന ആ ഒരു കാലഘട്ടം, അതിൽ നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്ന പ്രാധാന്യം, അതെല്ലാം അവർ ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാനായിട്ട് മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോ നിങ്ങളുടെ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥകളിലൂടെ ഇവർ കടന്നു പോകുന്നത് കൊണ്ടും, അതുപോലെ നമ്മൾ നോക്കിയിരിക്കുന്നത് തന്നെ അവർ ഒരിക്കലും നിങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊന്നും അവരുടെ ലൈഫിൽ ഫേസ് ചെയ്യുന്നത് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ ലൈഫിൽ തന്നെ ഇപ്പൊ സ്റ്റക്കായി നിൽക്കുന്നത്. പക്ഷെ എങ്കിലും ലവേഴ്സ് എനർജിയാണ്. വളരെയധികം ഒരു പ്രണയം, ആത്മാർത്ഥത, ഇതെല്ലാം നിങ്ങളോട് തോന്നുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ട്. വിവാഹം കഴിക്കാനൊക്കെ നിന്നിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള വിവാഹത്തിന് വേണ്ടി ഇവരായിട്ട് തന്നെ സ്വപ്നം കാണുകയാണ്, അല്ലെങ്കിൽ ഇവരായിട്ട് തന്നെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നു. ആ ഒരു സാഹചര്യത്തിലേക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു ബന്ധം എത്തിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. കാരണം പൂർണ്ണമായിട്ടും ഇപ്പോ ഇവിടെ ഡെത്ത് എനർജി ഒക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ടും ഡെത്ത് ആയിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. ചിലവരുടെ കാര്യത്തിലായിരിക്കാം ആ ഒരു സ്ട്രഗിളിങ് സിറ്റുവേഷൻ, ഓൺ ആൻഡ് ഓഫ് പോലെ, അല്ലെങ്കിൽ ഇവർ ഇമോഷൻസ് പ്രകടിപ്പിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ, ഒരു അകൽച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് മാത്രം നിൽക്കുന്ന സാഹചര്യം. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് ഒരു നീതിപൂർവമായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങളുടെ ബന്ധത്തിൽ കൊണ്ടുവരണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹം എന്തായാലും ഇവരിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഇവരുടെ ജീവിതത്തിലേക്ക്, അതായത് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ പോലും ഇവര് ഇങ്ങനെ കുറേയധികം പ്രയാസങ്ങളിലൂടെ കടന്നു പോയി എന്നുള്ള കാര്യങ്ങള് അവര് നിങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിക്കുകയാണ്. അത് അവരുടെ ഒരു സ്വാർത്ഥതയായിട്ട് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ മുന്നില് അത്രയും തല കുനിക്കാത്തൊരു വ്യക്തികളായിരിക്കും. ഇവർക്ക് ഇവരുടേതായ ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ഇവര് എപ്പോഴും ഇവരുടേതായ ഒരു സ്റ്റാൻഡേർഡിൽ മുന്നോട്ടേക്ക് പോകുന്നവരായിരിക്കും. ഇപ്പൊ സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരുടേതായ ഒരു രീതിക്ക് മുന്നോട്ടേക്ക് പോകുന്നവരാണ്. എല്ലാം ഇമോഷൻസും അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആവാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇതും നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എങ്കിലും നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് അകൽച്ചയ്ക്ക് ഇവർ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എടുത്ത് നല്ല രീതിക്ക് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, തുറന്ന സംസാരം,
അതിലൂടെ ഒരു ക്ലാരിറ്റി വരുത്തണം എന്നുള്ള ചിന്തകളുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ എന്ത് എഫേർട്ട് എടുക്കാനും തയ്യാറാണ്, റിസ്ക് എടുക്കാനും തയ്യാറാണ്. ഇപ്പൊ ആ ഒരു പോയി നിന്ന സ്ഥലത്ത് നിന്നും നിങ്ങളെ തിരിഞ്ഞു നോക്കുന്ന ഒരു അവസ്ഥയാണ് അവരുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്യുന്നത്. പക്ഷെ കുറേയധികം സ്റ്റക്കാണ്. സഡൻ ആയിട്ട് ഒരു ആക്ഷൻ എന്നുള്ളൊരു മെന്റാലിറ്റി അല്ല ഇവരിൽ കാണിക്കുന്നത്. ഇവിടെ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി എന്ത് എഫേർട്ട് എടുക്കാനും തയ്യാറാവുന്നുണ്ട്, ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ള രീതിക്ക് തന്നെയാണ് മനസ്സ് നിൽക്കുന്നത്. പക്ഷെ എങ്കിലും അവർ സ്വയം ഒന്ന് ഹീൽ ആവണം എന്നും അതോടൊപ്പം ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിപ്പോ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് സ്വയം ഇവർക്ക് ഹീൽ ആവാനുള്ള ഒരു പീരീഡ് ആയിട്ടാണ് അവരതിനെ കാണുന്നത്. അവരിൽ തന്നെ കുറേയധികം ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ആവശ്യമാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളോട് ഇവിടെ ജഡ്ജ്മെന്റ് എനർജി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ഒരു സ്പ്രെഡിൽ ജഡ്ജ്മെന്റ് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളോട് നേരത്തെ അവർ നീതിപൂർവ്വം പെരുമാറിയിട്ടില്ല. അതിപ്പോ ചീറ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് മാത്രമല്ല അവിടെ വരുന്നത്. നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന പോലും നൽകാതിരിക്കുക, അങ്ങനെ ചെയ്തവരും ഉണ്ടായിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സാഹചര്യം വെച്ചിട്ട് നിങ്ങൾ അതിനെ കണക്ട് ചെയ്യുക. അപ്പൊ എന്ത് രീതിയിലാണെങ്കിലും നീതിപൂർവ്വം അല്ലെങ്കിൽ വേണ്ടത്ര പരിഗണന നൽകാതെ അവോയ്ഡ് ചെയ്ത ഒരു സാഹചര്യമൊക്കെ നിങ്ങളുടെ ബന്ധത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അവർക്ക് ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട്. കാരണം അവര് പോയിട്ട് ആത്മാർത്ഥമാണ് എന്ന് കരുതിയ പല സ്ഥലങ്ങള്, ആ ഒരു സ്ഥലങ്ങളിൽ അവർക്ക് പരിഗണന ലഭിക്കാതെ വരിക, അല്ലെങ്കിൽ അവിടെ നിന്നും അവർക്കൊരു അവഗണന നേരിടേണ്ടതായിട്ട് വരിക. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, പല പല സാഹചര്യത്തിൽ. അത് ഒരുമിച്ചായിരിക്കില്ല ചിലപ്പോൾ വന്നിരിക്കുന്നത്. ചിലവരുടെ കേസിൽ ആദ്യം ഒരെണ്ണം വന്നു, പിന്നീട് അവർ ഇവിടെ സ്ട്രെങ്ത് വന്നിരിക്കുന്നതുകൊണ്ട് ഇവർ അവരുടേതായ സെൽഫ് ലവിലേക്ക് ഫോക്കസ് ചെയ്ത് വീണ്ടും അവർ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു എനർജിയാണിത്. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കൊണ്ടാണ് ആ പോയി നിന്നിരിക്കുന്ന സ്ഥലത്ത് ഒന്നും തന്നെ, അല്ലെങ്കിൽ ഒന്നും തന്നെ എന്ന് പറയുമ്പോൾ 100-ൽ 100ഉം അല്ല, 100-ൽ 50% അല്ലെങ്കിൽ 60% ആണെങ്കിലും ആത്മാർത്ഥത അല്ല, അല്ലെങ്കിൽ ജെന്യുവിനിറ്റി ഇല്ല എന്നുള്ള തിരിച്ചറിവ്. അപ്പൊ അങ്ങനെ ഒരു തിരിച്ചറിവാണ് ഇവരിൽ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തിരിച്ചറിവ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് അത് അവരുടെ മിസ്റ്റേക്ക് ആണെന്നുള്ളത് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. അവരിൽ അവിടെ ഒരു കുറ്റബോധം തോന്നുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വന്തം ജീവിതത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യണം ആദ്യം. അതുപോലെ തന്നെ നിങ്ങളോടാണെന്നുണ്ടെങ്കിലും വളരെ നീതിപൂർവമായിട്ട് സത്യസന്ധമായിട്ട് തന്നെ പെരുമാറുകയും വേണം. ഇവിടെയാണെങ്കിലും നമുക്ക് ക്യൂൻ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ക്യൂൻ ആണെങ്കിലും കിങ് ആണെന്നുണ്ടെങ്കിലും രാജാവാണെങ്കിലും രാജ്ഞി ആണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടേതായ ഒരു രീതികളുണ്ട്. രീതികൾ എന്ന് പറയുമ്പോൾ സത്യസന്ധമായ രീതിയിൽ പെരുമാറണം എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ഇപ്പൊ കരുതുന്നത് ഇവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഇനി ഒരു റീബർത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും തിരിച്ചു വരണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് നൽകണം എന്നുണ്ടെങ്കിലും അവിടെ ആത്മാർത്ഥത നിലനിർത്തുക എന്നുള്ളത്. അപ്പൊ അവരുടെ ക്യാരക്ടറിലെ കുറേയധികം പ്രശ്നങ്ങള് കാര്യങ്ങള് അതെല്ലാം മാറ്റുക. കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫർമേഷൻ. ആ ഒരു ട്രാൻസ്ഫർമേഷൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും നമുക്കിവിടെ കാണിക്കുന്നത്. അപ്പൊ ആ ഒരു ട്രാൻസ്ഫർമേഷന് ശേഷം നിങ്ങളിലേക്ക് കടന്നു വരാനും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് ഈ ഒരു ബന്ധത്തെ കൊണ്ടുവരാനും, ഇനിയിപ്പോ അതിന് എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ പോലും, ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം. അതിപ്പോ സാഹചര്യം കൊണ്ടോ അല്ലാതെ ആണെങ്കിൽ പോലും. അപ്പൊ അതെന്താണെന്നുണ്ടെങ്കിലും ഇവർ ഇതിനകത്തൊരു ന്യൂ ബിഗിനിങ് ഇപ്പോൾ നല്ല രീതിക്ക് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് സ്വയമേ തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞവരാണ് നിങ്ങളുടെ വ്യക്തി. എന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ പല പല അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ തന്നെ ചിലപ്പോൾ അവർക്ക് പല അവസരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിപ്പോ സംസാരിച്ചാണെന്നുണ്ടെങ്കിലും ക്ലിയർ ചെയ്യാനാണെങ്കിലും, അതുപോലെ തന്നെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് അവസരം കൊടുത്തിട്ടുണ്ടാവും. അതിലൊക്കെ അവർക്ക് ഇപ്പൊ കുറ്റബോധം തോന്നുന്നുണ്ട്. അവർ ഈ ഒരു സമയത്താണ് നിങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുകയും അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുകയും ചെയ്യുന്ന മൊമെന്റ്. നിങ്ങളോട് സ്നേഹം ഇല്ലാതിരുന്ന ഒരു വ്യക്തിയല്ല. കാരണം ഇവിടെ നൊസ്റ്റാൾജിയ എനർജിയിൽ വന്നിരിക്കുന്നത് തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന്റെ എനർജിയാണ്. അപ്പൊ ഒരു സമയം നല്ല സ്നേഹം ഉണ്ടായിരുന്ന വ്യക്തി തന്നെയാണ്. ഇതിന്റെ ഇടയ്ക്ക് സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങളിൽ അവർക്ക് സ്വയമേ തന്നെ ഒരു വേദന കാര്യങ്ങളൊക്കെ തോന്നുന്നൊക്കെ ഉണ്ട്. മാത്രമല്ല ഇവിടെ ലവേഴ്സ് എനർജി എന്ന് പറയുമ്പോൾ വളരെയധികം ഒരു അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ എന്നുള്ളത് മാത്രമല്ല, ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം, ആത്മാർത്ഥതയോടുകൂടി നിങ്ങളോട് പ്രവർത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം, അതെല്ലാം വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയം അവർ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളോട് മറച്ചു വെക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്
നിങ്ങളുടെ മുന്നില് അവരൊന്നും അല്ലാതെയായി പോകും. അവരിങ്ങനെ കുറേയധികം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി, അല്ലെങ്കിൽ നിങ്ങളെ തഴഞ്ഞു മാറ്റി നിർത്തി അവർ പോയ ആ ഒരു സ്ഥലത്തേക്ക് അവരെങ്ങോട്ടാണോ മാറി നിന്നത്, ആ ഒരു കാര്യങ്ങളൊന്നും അവര് പ്രതീക്ഷിച്ചതുപോലെയല്ല സംഭവിച്ചിരിക്കുന്നത്. അവരുടെ പ്രതീക്ഷകളെല്ലാം പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്ന സ്റ്റേജ് ആണ്. പക്ഷെ അത് നിങ്ങളോട് പറയുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയാ, അവരുടെ ഈഗോ എന്നുള്ളത് മാത്രമല്ല, ഇവിടെ ഓൾറെഡി ഈഗോ കാണിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് നിങ്ങളുടെ മുന്നിൽ ഇവരൊന്നും അല്ലാതെയായി പോകുമോ എന്നുള്ള ചിന്തയൊക്കെ ഉള്ളൊരു പേഴ്സൺ ആണ്. കാരണം ഇവരെല്ലാ കാര്യങ്ങളും അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ, ഭയങ്കര ഒരു ബ്രില്യൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ നിങ്ങൾ അതനുസരിച്ചുള്ള ഒരു പരിഗണനയും അതുപോലെ ഒരു റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഇവരാണെങ്കിലും കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ ആഗ്രഹിക്കുന്നവരുമാണ്. ഇവരില് റൊമാൻസ് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ വേണം എന്ന് ചിന്തിക്കുന്നവരാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സെലക്ഷൻ അല്ലെങ്കിൽ അവര് ചൂസ് ചെയ്ത ഡിസിഷൻ അതെല്ലാം തെറ്റാണെന്ന് അറിയുമ്പോൾ അവരുടെ ആ ഒരു വാല്യൂ അവിടെ പോവാണ്. അതൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി ഈ ഒരു കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവരിങ്ങനെ തരണം ചെയ്തു, അതും റിപ്പീറ്റ് ചെയ്ത് കുറേയധികം കാര്യങ്ങളിലൂടെ കടന്നു പോയി എന്നുള്ളത് നിങ്ങൾ അറിയരുത് എന്ന് ചിന്തിക്കുന്നത്. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വന്ന് നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകുമ്പോൾ ആ ഒരു സമയത്ത് പറയുമായിരിക്കും. നിലവിൽ എന്തായാലും ഇവരത് പറയണ്ട എന്നുള്ളൊരു മെന്റാലിറ്റി തന്നെയാണ്. സഡൻ ആയിട്ട് ഒന്നും എക്സ്പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതൊന്നും നിങ്ങളോട് അറിയിക്കുകയോ ചെയ്യരുത്. കാരണം ഓൾറെഡി ഇവർ ഡിപ്രഷൻ അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ നിങ്ങളും കൂടി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അവരോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളൊരു ഫിയർ അത് ഇവരുടെ ഉള്ളിലുണ്ട്. പിന്നെ അത് മാത്രമല്ല, നിങ്ങളെ നഷ്ടപ്പെട്ടു പോകാനും പാടില്ല. അങ്ങനെ അവർ ചിന്തിക്കുന്നുണ്ട്. വീണ്ടും നിങ്ങളുമായിട്ടുള്ള ആ ഒരു സോൾട്ടായി കണക്ട് ചെയ്യണം. അതുപോലെ ഇമോഷൻസ് ഒക്കെ ഒരുപാട് പ്രകടിപ്പിക്കാത്ത ഒരു പ്രകൃതമായിരുന്നു ഇവരുടേതെന്നുണ്ടെങ്കിൽ അവരെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഹീലിംഗ് ടൈം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ക്യാരക്ടറിലൊക്കെ കുറച്ചൊക്കെ പറ്റുന്നത്ര രീതിയിലൊരു മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണം എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ്. പൂർണ്ണമായിട്ടും ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് എല്ലാ ഇമോഷൻസും പ്രകടിപ്പിച്ച് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊന്നും പെരുമാറാനായിട്ട് പറ്റില്ലായിരിക്കും. കാരണം എല്ലാവർക്കും അവരുടേതായ ഒരു ജനറ്റിക് ക്യാരക്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവർക്ക് സ്നേഹമുള്ളവരാണ്. അപ്പൊ കുറച്ചെങ്കിലും മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റണം എന്ന് ചിന്തിക്കുന്നുണ്ട്. കാരണം ഒരുപാട് തിരിച്ചറിവുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ബന്ധത്തിന്റെ സ്ട്രെങ്ത് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പഴയ സ്ട്രെങ്ത് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇവര് തന്നെ ചിന്തിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. ഇപ്പൊ അവരുടെ ലൈഫിലാണെങ്കിലും അവർ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവർക്ക് അവിടെ നിരാശ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അവസാനിച്ചാൽ മാത്രമാണ്, ഡെത്ത് ആയാൽ മാത്രമാണ് അവിടെ നിന്നും ചില കാര്യങ്ങൾ ജഡ്ജ്മെന്റ്, അതായത് റീബർത്ത് ആണ്. അതായത് ഒന്ന് തീർന്നാൽ മാത്രമാണ് മറ്റൊന്ന് നന്നാവുള്ളൂ. അതായത് ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളമാകും എന്ന് പറയുന്നത് പോലെ ഇവരും അങ്ങനെ ഒരു മെന്റാലിറ്റിയിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോ തിരിച്ചറിവുകള് കാര്യങ്ങളൊക്കെ നേടിയിരിക്കുന്നത് കൊണ്ടിട്ട് അവിടെ ആ ഒരു കാര്യങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നല്ലൊരു ന്യൂ ബിഗിനിങ്ങും അതുപോലെ വളരെ നല്ലൊരു സ്ട്രോങ് കമ്മിറ്റ്മെന്റും സ്ട്രെങ്ത്തും എല്ലാമായിട്ട് ഈ ഒരു ബന്ധത്തിനെ, ഇവിടെ വേൾഡ് എനർജി എന്ന് പറയുമ്പോൾ സന്തോഷകരമായ ഒരു പരിസമാപ്തി തന്നെയാണ്, ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. അപ്പൊ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ അവർ മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഒരുപാട് ഈ ഒരു വ്യക്തിയെ ചേസ് ചെയ്തൊക്കെ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓർക്കുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ടൊരു വേദന തോന്നുന്നുണ്ട്. കാരണം അതാണ് ആ ഒരു ചിന്ത, അതായത് അവർ സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞ അവസരങ്ങൾ എന്ന് പറയാനുള്ള റീസൺ. നിങ്ങൾ അത്രയും ഇവരെ ചേസ് ചെയ്ത് പോയിട്ടും ഇവര് ആ ഒരു സമയത്തൊന്നും എഫേർട്ട് എടുത്തില്ല. ഇപ്പൊ അവർക്ക് നിങ്ങളിലേക്ക് വരേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. പക്ഷെ എങ്കിലും ഒന്ന് സ്വയം ഓക്കെ ആയിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം എന്നുള്ള രീതിക്ക് തന്നെ ചിന്തിക്കുന്നവരാണ്. പക്ഷെ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോഴും ഇവര് വളരെ പിടിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാം പ്രകടിപ്പിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇങ്ങനെയൊന്നും സ്ട്രഗിളിങ് വന്നിട്ടില്ല, ചെറിയ രീതിക്ക് അവർക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ അത് അവരുടേതായ രീതിയിൽ അവർ നിങ്ങളോട് സംസാരിക്കും. ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യുമായിരിക്കും ഇവരുടെ ഒരു പെരുമാറ്റ രീതികള് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. പക്ഷെ അവരായിട്ട് അതൊന്നും അറിയരുത് നിങ്ങൾ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാം ഒരു നിരാശയാണ്. എല്ലാ രീതിക്കും നിരാശയിലൂടെ മുന്നോട്ടേക്ക് പോകുന്നവരാണ്. അപ്പൊ ഇത്രത്തോളം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു നിരാശയിലൂടെ ഒന്നും കടന്നു പോയിട്ടുണ്ടാവില്ല അവരുടെ ലൈഫിൽ. ഇത് അവരെ പൂർണ്ണമായിട്ടും തകർത്ത് കളയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ നടന്നിരിക്കുന്നത്.
ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും അതുപോലെ തന്നെ അവർ ഒരു രീതിയിലും നിങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എടുക്കുമ്പോൾ നമുക്ക് വരുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു റീഡിംഗ് ആണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടി ഈ ഒരു സമയം നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ വ്യക്തിയായിട്ടും ഒക്കെ ക്ലൂസ് എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളത് കൂടെ ചെക്ക് ചെയ്യാം. എറണാകുളം 3 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. അശ്വതി, കൊല്ലം, വയനാട് 1993, R എന്നൊരു ലെറ്റർ 36, പുണർദം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് 40, ഇടുക്കി വന്നിട്ടുണ്ട്, മകയിരം S എന്നൊരു ലെറ്റർ, രോഹിണി, പാലക്കാട് 1968, അവിട്ടം N എന്നൊരു ലെറ്റർ, കാപ്രിക്കോൺ M എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, G എന്നൊരു ലെറ്റർ, UAE വന്നിട്ടുണ്ട്. നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ എബ്രോഡ് ആയിരിക്കാം. ലിബ്ര, P എന്നൊരു ലെറ്റർ 1972. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ക്ലൂസ് മാത്രമല്ല, എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നോക്കുക. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പൊ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും സേഫ് ആയിട്ട് സുരക്ഷിതമായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക.